വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ബെയിലി പാലം നിർമ്മാണത്തിനും രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി.ടി. മാത്യുവിന് സ്വീകരണമൊരുക്കി. തേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെയും കേരള ദർശനവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. ദുരന്തഭൂമിയിൽ സൈന്യം തങ്ങളുടെ കർത്തവ്യമാണ് നിർവഹിച്ചതെന്ന് മേജർ ജനറൽ വി.ടി. മാത്യു പറഞ്ഞു. കോളേജ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം നിർവഹിച്ചു. സഹായം ചെയ്യാൻ കഴിവും മനസ്സുമുള്ളവരാണ് സൈനികരെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. മുട്ടോളം ചെളിയിൽ ഇറങ്ങി നടക്കുന്ന പട്ടാളക്കാർ അവരെയല്ലേ നമ്മൾ കാണുന്നത്. മുഴുവൻ മാധ്യമങ്ങൾ മുഴുവൻ അവർ നിറഞ്ഞു നിന്നതാണ്. ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ കാരണമല്ലേ. സമാധാനമായിട്ട് അവര് രാവും പകലും ഇല്ലാതെ കണ്ണടയ്ക്കാതെ അവര് വെയിലിലും മഞ്ഞിലും മഴയിലും ഒക്കെ ഒരേപോലെ തണുപ്പിലും തണുപ്പിലും ഐസിലും ഒക്കെ നിന്ന് തോക്കും പിടിച്ച് നിന്ന് കാവല് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. ചടങ്ങിൽ മേജർ ജനറൽ വി.ടി. മാത്യുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉപഹാരവും സമ്മാനിച്ചു. അപ്രതീക്ഷിത ദുരന്തത്തെ നേരിടാൻ ഐക്യത്തോടെ നാടൊരുമിച്ച കാഴ്ചയാണ് വയനാട്ടിൽ കണ്ടതെന്ന് മേജർ ജനറൽ വി.ടി. മാത്യു പറഞ്ഞു. എന്ത് ജോലിയും എവിടെയും ചെയ്യാൻ സജ്ജരാണ് സൈന്യം. കർത്തവ്യമാണ് നിർവഹിച്ചത്. ഹൃദയത്തിൽ നിന്ന് സൈന്യത്തിന് ലഭിച്ച പ്രതികരണങ്ങളും അദ്ദേഹം പങ്കുവച്ചു. Who wrote a letter to the army once it is over. The പ്രിയപ്പെട്ട ആർമി നിങ്ങൾ ബിസ്ക്കറ്റും I don't know whether you've seen that news item. It says പ്രിയപ്പെട്ട ആർമി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് you are making this bridge. അപ്പോൾ ഞാനത് കണ്ടിട്ട് വളരെ ഇംപ്രസ്ഡ് ആയി. He's in third stand. അപ്പോൾ I want to join the army when I grow up. ഇങ്ങനെ പറഞ്ഞു എഴുതി. So we also tweeted Rehan, his name was Rehan. So we tweeted that you are most welcome and we are so proud of having him impressed a small mind like yours. So that is the biggest abhinandanam that we can get from anyone. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പൽ C.S. ബിജു അധ്യക്ഷത വഹിച്ചു. കാലടി ശ്രീശങ്കര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M.C. ദിലീപ് കുമാർ, ISSD ചെയർമാൻ N.V. തോമസ്, കൊച്ചി സൗത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ P. രാജ്കുമാർ, കേരള ദർശനവേദി ചെയർമാൻ N.P. മത്തായി, കുമ്പളൻ രവി, ടോമി മാത്യു എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.